വെച്ചിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം നമുക്കില്ലാത്തതിന്റെ പേരിൽ കുട്ടനാട്ടിൽ സമയബന്ധിതമായി പൈപ്പിടൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് മാത്രമല്ല, ആ പൈപ്പിടലിന്റെ പേരിലാണ് നമ്മുടെ ഈ വെട്ടുതോട് നീരേറ്റുപുറം റോഡ് അടക്കം ഇത് മുഴുവൻ ഇന്ന് കുളമായി കിടക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ പൈപ്പ് ലൈനുകൾ ഇട്ടതിന് ശേഷം സമയബന്ധിതമായിട്ട് കുഴികൾ മൂടുവാനോ ആ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുവാനോ ഇവിടുത്തെ ഭരണാധികാരികൾക്ക്, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. രാഷ്ട്രീയം ഞാൻ കൂടുതൽ പറയുകയല്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. ഇവിടെ കുട്ടനാട്ടിൽ ഈ 13 ഗ്രാമപഞ്ചായത്തുകളായി കിടക്കുന്ന കുട്ടനാട്ടിൽ ഏതെങ്കിലും റോഡുകൾ നല്ലതുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഏതെങ്കിലും റോഡുകൾ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം 2014-15 കാലഘട്ടത്തിൽ മരിയാപുരം മുതൽ തകഴി റോഡുകൾ, അമ്പലപ്പുഴയ്ക്ക് കിടക്കുന്ന റോഡുകൾ വളരെ മോശമായി കിടക്കുന്നു. നിരവധി സമരങ്ങൾ നടത്തി. നിരവധി രാഷ്ട്രീയ സംഘടനകൾ, ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ നിരവധി ആളുകൾ സമരം നടത്തി. ബന്ധപ്പെട്ട MLA തിരിഞ്ഞു നോക്കാതെ വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ആദ്യം മാർച്ച് നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹം തടഞ്ഞു, ബാരിക്കേഡൊക്കെ ഉപയോഗിച്ച് തടയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും വളരെ ശക്തമായ സമരം നടത്തി. കോരിച്ചൊരിയുന്ന മഴയത്തും വളരെ ശക്തമായ സമരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടത്തുമെന്ന് കണ്ടപ്പോഴാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളെയും കൂട്ടിക്കൊണ്ട് പച്ച ജംഗ്ഷനിൽ വന്ന് 2 മണിക്കൂർ ആ റോഡിൽ ഇരിക്കുവാൻ തയ്യാറായത്. ഇവിടെ അങ്ങനെ ഒരു കാപട്യം കാണിക്കുന്ന ഒരു MLA അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധിയല്ല ഇന്ന് കുട്ടനാടിന് ആവശ്യം. കുട്ടനാടിന് നിരവധി പ്രശ്നങ്ങളുണ്ട്. കർഷകരും കർഷക തൊഴിലാളികൾ അടങ്ങുന്ന കുട്ടനാട്ടിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. നിരവധി രോഗികൾ ഉണ്ടാകുന്നു. ക്യാൻസർ പേഷ്യന്റ് അടക്കമുള്ള നിരവധി രോഗികൾ ഉണ്ടാകുന്നു. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കണം. റോഡുകൾ നന്നാകണം, പാലങ്ങൾ ഉണ്ടാകണം. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുട്ടനാടിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു MLA ആണ് ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മളൊന്ന് പരിശോധിക്കണം. 11 വർഷക്കാലത്തിനിടയ്ക്ക് കുട്ടനാടിന് വേണ്ടി നിയമസഭയിൽ സംസാരിക്കുവാൻ കുട്ടനാടിന്റെ MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ MLA കുട്ടനാടിന് വേണ്ടി ഏതെങ്കിലും കാര്യം നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇത്തവണ അദ്ദേഹം ജയിച്ചുപോയി 1 വർഷം. ഈ 1 വർഷത്തിനിടയിൽ അദ്ദേഹം നിയമസഭയിൽ പോയത് 2-3 ദിവസവും മാത്രമാണ്. തൊട്ടടുത്ത MLAമാരായിട്ടുള്ളവർ, മന്ത്രിമാരായിട്ടുള്ളവർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ മുഴുവൻ സമയവും നിയമസഭയിൽ നിൽക്കുമ്പോൾ കുട്ടനാടിന്റെ MLA 2-3 ദിവസം മാത്രമാണ് അദ്ദേഹം നിയമസഭയിൽ പോയിരിക്കുന്നത്, കുട്ടനാടിന് വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുന്നത്. എല്ലാ MLAമാർക്കും 3 കോടി രൂപ വീതം കുട്ടനാട്ടിലെ റോഡ് നടത്തുന്നതിന്, പാച്ച് വർക്കുകൾ നടത്തുന്നതിന് വേണ്ടി കൊടുത്തു. കുട്ടനാടിന് ലഭിച്ചത് 3 കോടി രൂപയാണ്. പക്ഷേ ആ 3 കോടി രൂപയിൽ എത്ര രൂപ കുട്ടനാടിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. 1/3 പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കുട്ടനാട്ടിലെ 13 ഗ്രാമപഞ്ചായത്തുകളിലെ റോഡ് മോശമായി കിടക്കുമ്പോൾ 3 കോടി രൂപ ലഭിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? കുട്ടനാടിന് വേണ്ടി ശബ്ദിക്കുവാൻ നമുക്ക് ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ജനകീയ സമരങ്ങൾ നമ്മൾ വ്യക്തിപരമായി അധികാരികളുടെ കണ്ണുറപ്പിക്കുന്നതിന് വേണ്ടി, ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുറപ്പിക്കുന്നതിന് വേണ്ടി, ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ സമരവുമായി ചെല്ലുമ്പോൾ സമരം നടത്തുന്ന ആളുകളോട് പുച്ഛമാണ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഇവിടെ എത്രയോ സമയം വളരെ വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമുക്കറിയാം, വെട്ടുതോട് നീരേറ്റുപുറം റോഡ് എന്ന് പറയുന്നത് നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന, 10,000-കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നിരവധി ആരാധനാലയങ്ങളുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നമുക്ക് ഏറ്റവും അമ്പലപ്പുഴയിൽ തുടക്കം കുറിക്കുന്നു. തകഴി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം, അടുത്തതായി വരുമ്പോൾ സെന്റ് ജോർജ് ഫെറോന ചർച്ച്, വെള്ളക്കിണർ അവിടെ വരുമ്പോൾ പനയന്നാർകാവ് ദേവി ക്ഷേത്രം, ചക്കുളത്തുകാവ് വരുമ്പോൾ ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രം. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും എത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്തുള്ളവർ, അന്യ സംസ്ഥാനത്തുള്ളവർ അടക്കമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രങ്ങളിൽ, ഈ അമ്പലങ്ങളിലുള്ള അടക്കം 10,000-കണക്കിന് ആളുകൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഈ റോഡ് ശരിയാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ജനപ്രതിനിധിക്കില്ലേ? നമുക്കറിയാം, ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള രാഷ്ട്രമാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തേണ്ടത് ആരാണ്? സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിരിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന MLA ആ നിയമസഭയിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ഉന്നയിക്കാതെ അദ്ദേഹം ഇന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന് പകരം ഇന്ന് MLA ആയി ടാക്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനാണ്. നമ്മളിപ്പോൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ചാവറ റോഡിന് വേണ്ടി 26 കോടി രൂപ കഴിഞ്ഞ ഗവൺമെന്റ് അനുവദിച്ച റോഡിന്റെ പണി ഇതുവരെ ആരംഭിക്കാതെ വന്നപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചു.
ആ ജനകീയ സമിതിയുടെ നേതാവിനെ കുട്ടനാട് MLA ശ്രീ തോമസ് ചാണ്ടിയുടെ അനുജൻ വിളിക്കുന്ന തെറി വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇരിക്കുകയാണ്. ഇന്ന് കേരളം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുക. കുട്ടനാട് MLA അനിയൻ വിളിക്കുന്ന തെറി. അപ്പോൾ ജനകീയ സമരത്തെ അടിച്ചൊതുക്കുവാൻ, ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ ആത്മവീര്യം തകർക്കുവാൻ കുട്ടനാടിന്റെ ജനപ്രതിനിധിയും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളും പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്നേ പറയാനായിട്ടുള്ളൂ. ഇവിടെ ജനപ്രതിനിധി എന്നുള്ളത് ജനങ്ങളുടെ പ്രതിനിധിയാ. ജനങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ജനങ്ങളുടെ ആവേശത്തെ തോർത്തുവാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ മുന്നോട്ട് വന്നാൽ അയക്കാത്ത തന്നെ ഇരുത്തുവാൻ കഴിയുന്ന ആളുകളാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഞാൻ കടക്കുന്നില്ല. ഈ സമരത്തെ അധികാരികൾക്ക് കണ്ടില്ല എന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് എത്തേണ്ടിടത്ത് ഈ സമരം എത്തിച്ചേർന്നു എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ജനകീയ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന രാവിലെ മുതൽ സ്വന്തം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെളുപ്പിനെ സാധാരണ 4 മണിക്കും 5 മണിക്കും ഒക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിന് വേണ്ടി അതിനേക്കാൾ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അവരുടെ ആഹാരം പാചകം ചെയ്തു കൊടുത്ത് അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിരവധി അമ്മമാർ, നിരവധി സഹോദരന്മാർ, ദിവസവും ജോലിക്ക് പോയി തങ്ങളുടെ കുടുംബം പുലർത്തേണ്ട ആളുകൾ, ആ ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ വരുന്ന നിരവധി സഹോദരങ്ങൾ, ജനപ്രതിനിധികളായിട്ടുള്ളവർ, നമ്മുടെ ബഹുമാനായ തിരുമേനി ആനന്ദൻ പട്ടമല തിരുമേനി അടക്കമുള്ള തിരുമേനിമാർ, ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജനു പുഷ്പാകരനെ പോലെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, അവർ ഈ സമരം നടത്തുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ ഈ സമരത്തെ അടിച്ചൊതുക്കുവാൻ, ഈ സമരത്തെ കണ്ടില്ലെന്ന് അടിച്ചു മുന്നോട്ട് പോകുവാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്, ഈ പ്രതിഷേധ ഉപവാസ സമരമടക്കമുള്ള ഏകദിന ഉപവാസ സമ്മേളനത്തിന് ഇതിനും ശേഷം ഈ അധികാരികളുടെ കണ്ണുറപ്പിച്ചുകൊണ്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. ഈ പരിഹരിക്കുന്നതിന് വരെ നടത്തുന്ന സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര ലോക്സഭാ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ സംഘാടക സമിതിയെയും, അതുപോലെ തന്നെ ഇന്ന് ഉപവാസം ഇരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിയെയും, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത്